പാലക്കാട് അട്ടപ്പാടിയിൽ വീടിന്റെ ഭിത്തിയിടിഞ്ഞ് സഹോദരങ്ങൾ മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. മക്കളെ ആശുപത്രിയിലെത്തിക്കാൻ വാഹനം കിട്ടിയില്ല എന്നും അപകടമുണ്ടായ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും അമ്മ ദേവി പറഞ്ഞു. സംഭവത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. കുടുംബത്തിന്റെ ആരോപണം പരിശോധിക്കുമെന്ന് മന്ത്രി എം. രാജേഷ് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് കരുവാര ഉന്നതിയിലെ 4ഉം 7ഉം വയസ്സുള്ള ആദിക്കും അജിനേഷിനും ജീവൻ നഷ്ടമായ അപകടമുണ്ടായത്. ഓടിക്കൂടിയ നാട്ടുകാരും ബന്ധുക്കളും പ്രമോട്ടറെയും പഞ്ചായത്ത് അംഗത്തെയും വിളിച്ചെങ്കിലും ബന്ധപ്പെടാനായില്ലെന്നും കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വാഹനം പോലും കിട്ടിയില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു. കുട്ടികളെ ഉന്നതിയിൽ നിന്ന് ഇരുചക്ര വാഹനത്തിലാണ് കൽക്കണ്ടിയിലെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ചത്. കൃത്യസമയത്ത് വാഹനം ലഭ്യമായിരുന്നുവെങ്കിൽ ആശുപത്രിയിലെത്തിച്ച് ഒരു കുട്ടിയുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേനെയെന്ന് അമ്മ ദേവി പറഞ്ഞു. അനിയന്മാര് ബൈക്കും ഏട്ടന്റെ ബൈക്കും ഏട്ടന്മാര് അങ്ങനെ കൊണ്ടുവന്ന് ബൈക്കിലെ കൊണ്ടുവന്ന് പെട്ടെന്ന് കൊണ്ടുവന്ന് വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ജീവനുണ്ടായിരിക്കും ഒരാളെങ്കിലും. ആംബുലൻസ് കൃത്യസമയത്ത് കിട്ടാത്തതാണ് എന്നാണ് SC/ST പ്രമോട്ടറുടെ വിശദീകരണം. സംഭവം ദൗർഭാഗ്യകരമെന്നും അതിദാരിദ്ര്യമുക്ത കേരളം അവകാശപ്പെടുന്നവർ അട്ടപ്പാടിയിലേക്ക് പോകണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ദൗർഭാഗ്യകരമായ കാര്യം. ഞാൻ തന്നെ അട്ടപ്പാടിയിൽ 2 പ്രാവശ്യം വിസിറ്റ് ചെയ്ത് ഇതെല്ലാം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഗവൺമെന്റ് പറയുന്നത് ഇപ്പോൾ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ്. നിങ്ങൾ അട്ടപ്പാടിയിലേക്ക് ഒന്ന് പോയി കാണാൻ പറയാം മന്ത്രിമാരോട്. കുടുംബത്തിന്റെ ആരോപണം പരിശോധിക്കുമെന്നും കാലപ്പഴക്കം സംഭവിച്ച ITDP വീടുകളിൽ പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി MB രാജേഷ് വ്യക്തമാക്കി. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.